ഹലോ, ഇന്നത്തെ പരിപാടി എന്താണെന്നറിയണ്ടേ? ഇന്ന് നമ്മൾ നന്ദുകുട്ടനെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോവാണേ. അതിന് രാവിലെ തന്നെ ഞാൻ നന്ദുകുട്ടനെ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി ഇതോ നിർത്തിയേക്കുന്നു. നന്ദു ഞാൻ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഞാൻ വണ്ടി എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. നന്ദു അതിനിടയ്ക്ക് ഓടി ഒന്ന് വരുന്നുണ്ട്, ക്യാമറ കണ്ടുകൊണ്ട് വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി. അവനോട് ഞാൻ രാവിലെ പറഞ്ഞു, ഇന്ന് നമുക്ക് സ്കൂളിൽ പോകണം, ചേർക്കാനാ, ഇന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ സ്കൂളിൽ വരുന്നില്ല എന്ന്. എനിക്ക് സ്കൂളിൽ പോകണ്ട, ഞാൻ വരുന്നില്ല എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വല്ല കളിക്കുന്ന പാർക്കിലോ വല്ലതും ആണെങ്കിലേ വരാം, അല്ലാതെ ഞാൻ വേറെങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ വാ നമുക്ക് പാർക്കിൽ പോകാം എന്നും പറഞ്ഞ് അവനെ കൂടെ കൊണ്ടുപോയി. അവനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നെ ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് കരുതി ഞാനും കൊണ്ടുപോയതാണ്. സ്കൂൾ ഇതാണെന്ന് പെട്ടെന്നൊരു ദിവസം ചെന്ന് കാണുന്നതിനേക്കാൾ നല്ലതല്ലേ, ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് കരുതി ഞാൻ അവനെ കൂടെ കൊണ്ടുപോയി. പക്ഷെ അവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവനെയും കൊണ്ട് ഞാൻ ഇതിനിടയ്ക്ക് അവൻ എന്നെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അമ്മയാണോ ഫോൺ എടുത്തവിടെ വെച്ച്, ഫോൺ എടുത്ത അമ്മ വെച്ചിട്ട് എന്താ അമ്മ ഫോൺ എടുക്കാനേ എന്നൊക്കെ ചോദിച്ച് എന്നെ വഴക്ക് പറയുന്നുണ്ട്. ആരാണോ എടുത്ത് വെച്ച് അവർ തന്നെ എടുക്കണമെന്ന് ഇതാണ് നന്ദു പറയുന്നത്. ഫോണിൻ്റെ കാര്യം കേട്ടോ, ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേനാ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലൊക്കെ വന്നു, ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അവരത് എൻട്രി ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് റൂമിൽ ഞാനും നന്ദുക്കുട്ടനോട് കാത്തിരിക്കുക, ഞങ്ങളെ ഇപ്പം വിളിക്കുമെന്നും പറഞ്ഞു. പക്ഷേ കുറേ സമയമെടുത്തു, കാരണം ഒത്തിരി അഡ്മിഷൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. കുറേ സമയമെടുത്ത് ഞങ്ങൾ കുറേ നേരം അവിടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം ഒന്ന് നടന്നു. നന്ദുവിനോട് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, പഠിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്, പഠിക്കാം അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നേരം പിന്നെ ഞങ്ങൾ ആ റൂമിലിരുന്നിട്ട് ഇറങ്ങി വെളിയിലൊന്ന് നടന്നപ്പോൾ കാണാം ഒരു ക്ലാസ് റൂം ഫുൾ കളിപ്പാട്ടങ്ങൾ. നല്ല പാർക്കിലൊക്കെ പോയല്ലേ, അതുകൊണ്ട് തന്നെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമായി. അവിടെ എല്ലാം നടന്ന് നന്ദു കളിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ഐറ്റംസ് ഓരോന്നോരോന്നെടുക്കും, അതിൽ കളിക്കും. അങ്ങനായിരുന്നു. അവിടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് ഫുൾ കളിപ്പാട്ടമാണ്, ബോളുകളും. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോളമായി ഞങ്ങളുടെ ഫോമൊക്കെ എൻട്രി ചെയ്ത് ഞങ്ങളെ അപ്പോഴത്തേനും വിശന്ന് കുടൽ കരിഞ്ഞു, ദാഹിച്ചാണെങ്കിൽ അതിനെക്കാട്ടിലും വയ്യാണ്ടായി, ഒരു പരുവായി.